പാലായെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റി ഒരു പ്രാദേശിക വിഷയമാണ്. ആ പ്രാദേശിക വിഷയത്തിൽ LDFും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ അവിടുത്തെ നേതാക്കന്മാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലാ മുനിസിപ്പാലിറ്റിയിൽ അവിടെ നമുക്ക് LDFിനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. 12 മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷെ ടെക്നിക്കലായിട്ട് ഭരിക്കുവാനായിട്ടുള്ള ഒരു ഇത് സ്റ്റേജില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭരണത്തിലേക്ക് വന്നില്ല. അപ്പോൾ UDF 2-3 സ്വതന്ത്രമായ കൗൺസിലർമാർ, പ്രത്യേകിച്ച് ഒരു കുടുംബ കൂട്ടായ്മ അതുമായി ബന്ധപ്പെട്ട് കൂടി ഭരണത്തിലേക്ക് പോയി. പക്ഷെ പാലായെ നമുക്കറിയാം, പാലായിൽ എപ്പോഴും പാലായുടെ ഒരു നിലവാരവും അതോടൊപ്പം തന്നെ പാലായുടെ ഒരു ഒരു പ്രതിച്ഛായയുമുണ്ട്. ആ നിലവാരവും ആ പ്രതിച്ഛായയും കഴിഞ്ഞ ഒരു 6 മാസക്കാലം കൊണ്ട് അത് തകർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു കൊച്ചിനെ മുന്നിൽ നിർത്തി, മകളെ മുന്നിൽ നിർത്തി ഒരു തെരുവ് രാഷ്ട്രീയം കളിച്ച് ആ പ്രതിച്ഛായ കളഞ്ഞു കുടിച്ചു, അതിനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ അവിശ്വാസമായി മുന്നോട്ട് പോയത്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, ഈ കൂട്ടായ്മ, ഈ സ്വതന്ത്ര കൗൺസിലർമാരുമായിട്ടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മ അവരുടെ രാഷ്ട്രീയമോ അവരുടെ നിലപാടോ എന്താണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. കാരണം പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ എപ്പോഴും കാണുവാൻ കഴിയുന്നത്, ഇന്ന് ഇപ്പോൾ UDF ആണെങ്കിൽ നാളെ LDF ആണ്, പിറ്റന്നാൾ BJP ആണ്. അതുകൊണ്ട് ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ കൂട്ടായ്മയായി പോകാത്തത്. തീർച്ചയായും പാലായെ സംബന്ധിച്ചോളം പാലായിൽ അതിൽ വികസനത്തിൽ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. ഭരണമുണ്ടാകണം, നല്ലൊരു ഭരണമുണ്ടാകണം. അതാണ് കേരള കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും അഭിപ്രായം. അല്ല, അതാണ് ഒരു അവിശുദ്ധമായ ഒരു രീതിയിൽ ഒരു ഭരണത്തിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറല്ല.